നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 047/2023 സ്റ്റേജ് 3 ഡിഗ്രി പ്രിലിംസിൻ്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് കഴിയുമ്പോൾ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആദ്യം നമുക്ക് ഇക്കണോമിക്സ് വെച്ച് തുടങ്ങാം അല്ലേ. ഇക്കണോമിക്സിൽ ഈ 13 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക്കും നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ, അതായത് മെയ് 2-നുള്ള എക്സാമിന് എങ്ങനെ പഠിച്ചെടുക്കാം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള PSC Plusലായിരിക്കും ചെയ്യുന്നത്. അതും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യേതാണ്? ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്. ഐ ആം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ റോങ് വൺ. അപ്രോപ്രിയേറ്റ് സിനോണിമാണ് അല്ലേ, മീനിങ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തിൻ്റെ? കൺസീഡ്. ഐ ആം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ റോങ് വൺ. കൺസീഡ് എന്ന് വെച്ചാൽ എന്താണ്? എഗ്രി ചെയ്യുക അല്ലേ. ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റാണ് എന്ന് കൺസീഡ് ചെയ്യാമെന്ന് വെച്ചാൽ തെറ്റാന്ന് എഗ്രി ചെയ്തോളാം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ഇനി ബാക്കി ഓപ്ഷൻസിൽ പ്രൊപ്പോസ് എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഒരു പ്ലാനോ അല്ലെങ്കിൽ സജഷനോ അതൊക്കെ ചെയ്യുന്നതിനെയാണ് പ്രൊപ്പോസ്. സപ്പോർട്ടും എന്താണ്, എന്തെങ്കിലും നമ്മളൊരു എഗ്രി ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, റിഫ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിഫ്യൂസ്. എന്താണ്? ഡിക്ലൈൻ ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൺസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? എഗ്രി ചെയ്യുക എന്നാണ് അർത്ഥം. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. He saw SI of police sitting under eucalyptus tree. ഏതാണ് വരുന്നത്? He saw SI ഏതാണ് വരുന്നത്? ആനാണ് വരുന്നത്. He saw an SI of police sitting under a eucalyptus tree. ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. SI എന്നുള്ളതൊരു കൺസണൻ്റ് ആണെങ്കിൽ എസ് അല്ലേ, എസ് എന്ന് പറയുന്ന കൺസണൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ വവ്വൽ സൗണ്ട് വരുമ്പോൾ വവ്വലാണ്, അതുകൊണ്ടാണ് നമ്മൾ ആൻ. പിന്നെ യൂക്കാലിപ്സ് ബൈ യു അല്ലേ, ഈ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ട് കൺസണൻ്റ് സൗണ്ടിലാണ് വരുന്നത്, അതുകൊണ്ടാണ് അവിടെ എ ആയി മാറിയത്. ദെൻ ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സെൻറ്റൻസ്. I read the book yesterday. I have read the book yesterday. I has read the book yesterday. I would read the book yesterday. ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. I read the book yesterday. yesterday എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസ്റ്റ് അല്ലേ, പാസ്റ്റ് ടൈമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് റെഡ്, റീഡ് അല്ലാട്ടോ റെഡ്, യെസ്റ്റർഡേ ആയതുകൊണ്ട് റെഡ്. ഓക്കെ, സ്പെല്ലിംഗ് ഇതായാലും പാസ്റ്റിലേക്ക് വരുമ്പോൾ ഉള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ ബിയും സി എന്ന് പറയുന്നത് നോക്കി, ഹാസ് ഹാവ് അത് ഏതിലേക്ക് വരും? പ്രസൻറ്റ് പെർഫെക്റ്റിലേക്കാണ് വരുന്നത്. അത് നമുക്ക് യെസ്റ്റർഡേയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ വുഡ് റീഡ് എന്ന് പറയുന്നത് ഒരു ഹാബിച്വൽ ആയിട്ടുള്ളൊരു പാസ്റ്റ് ആക്ഷനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ അത് ചേരൂല. അപ്പോൾ ഇതിലേതാണ്? ഐ റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ. അടുത്തത് ലെറ്റ് us go to the beach. ലെറ്റ് us go to the beach ഏത് വരും? ഷാൾ വി വരും. ലെറ്റ് us. ഓക്കെ, അത് ലെറ്റസ് വെച്ച് തുടങ്ങുമ്പോൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗ് ഷാൾ വി ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ലെറ്റ് മീ വെച്ചാണെങ്കിൽ ടാഗ് യൂഷ്വലി വിൽ യു അല്ലെങ്കിൽ ഷാൾ ഐ ആയിരിക്കും കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വിൽ യു അല്ലെങ്കിൽ ഷാൾ ഐ ആയിരിക്കും. ഏത്? ലെറ്റ് മീ വെച്ചിട്ടാണെങ്കിൽ കേട്ടോ, ലെറ്റ് മീ വെച്ചിട്ടാണെങ്കിൽ. Then identify the correct plural form of commander in chief. Plural form, commander in chiefൻ്റെ plural form ഏതാണ്? കമാൻഡേഴ്സ് ഇൻ ചീഫ് ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. കമാൻഡേഴ്സ് ഇൻ ചീഫ് ആണ് വരുന്നത്. ഓക്കെ, കമാൻഡർ അത് എന്തായി മാറി? കമാൻഡേഴ്സ് എന്നായി മാറി. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, സൺസ് ഇൻ ലോ ആവും അല്ലേ. അത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്വസ്റ്റ്യനിൽ കണ്ടതായിരുന്നു അല്ലേ. അടുത്തത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂ ഡൽഹി ഏത് വരും? ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂ ഡൽഹി, ഐ ഹാഡ് അതൊരു തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസിൽ വരുന്നതാണ്. അപ്പോൾ ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ഗോൺ. അപ്പം ഇഫ് ഐ ഹാഡ് ഗോൺ ആണെങ്കിൽ ഏത് വരും? ഏതാ വരിക? വുഡ്, കുഡ്, മൈറ്റ്. വുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ ബി, ഐ കുഡ് ഹാവ് സീൻ ദ കുത്തബ് മിനാർ. ഓക്കെ, ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂ ഡൽഹി ഐ കുഡ് ഹാവ് സീൻ ദ കുത്തബ് മിനാർ എന്നാണ് വരുന്നത്. ഇതിൽ കുഡ് സീ
ഓപ്ഷൻ എ നോക്കി കുഡ് സി, മൈറ്റ് സി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓപ്ഷൻ സി ഐ സോ എന്നേ ഉള്ളൂ, നമുക്കറിയാം അല്ലേ. ആദ്യത്തേത് തേർഡ് കണ്ടീഷണൽ ആവുമ്പോൾ ഇഫ് ഐ ഹാഡ് എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. എ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് മന്ത്. എ ന്യൂ മൊബൈൽ ടവർ എന്നാണ്, അടുത്ത മാസമാണ്. അതൊരു ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയിട്ടല്ലേ കാണിക്കുന്നത്, നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ അറേഞ്ച്മെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നോക്കി, എ ന്യൂ മൊബൈൽ ടവർ ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ് നെക്സ്റ്റ് മന്ത്. 78. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഐ ഡാഷ് യു ടു എ ഡ്യുവൽ. ഇതെന്താണ്? മോഡൽ വെർബ്സ് അല്ലേ. എന്താണ് ആൻസർ വരുന്നത്? ഐ ഡെയർ ആണ്. ഡെയർ എന്ന് വെച്ചാൽ എന്താ? ആരെങ്കിലും ചലഞ്ച് ചെയ്യുക അല്ല, എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചലഞ്ച് ചെയ്യുക, അതാണ് ഡെയർ. അപ്പോൾ ഐ ഡെയർ ടു ഡ്യുവൽ എന്ന് പറയുന്നത്. ഈ മസ്റ്റ്, ഓർ ടു, മേ അതൊക്കെ എന്താണ്? അതൊക്കെ ഓക്സിലറി മോഡൽസിൽ വരുന്നതാണ്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു വെർബും കൂടി വേണ്ടതായിട്ട് വരും. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. ഐ വിൽ സീ യു അറ്റ് 9 o'clock. അറ്റല്ലേ? പ്രിസൈസ് ആയിട്ടുള്ള ടൈം, ക്ലോക്ക് ടൈം, മീൽ ടൈം ഒക്കെ പറയുമ്പോൾ ഏതാണ് കാണേണ്ടത്? അറ്റാണ് ചെയ്യേണ്ടത് കേട്ടോ. ഐ വിൽ സീ യു അറ്റ് 9 o'clock എന്നാണ് വരുന്നത്. ദെൻ ഇൻ എന്ന് പറയുന്നത് മന്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇൻ അല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഓൺ ആണെങ്കിൽ ഡേ. ഫോർ എന്ന് പറയുമ്പോൾ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഫോർ യൂസ് ചെയ്യാം. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി ഗിവൺ സെൻറ്റൻസ്. ഡോണ്ട് ഗോ നിയർ ദ ബീച്ച് അലൻ ദ മദർ സെഡ്. ഓക്കെ, ഇതിൻ്റെ ഇൻഡയറക്റ്റ് ഫോമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ബീച്ചിൻ്റെ അടുത്തേക്ക് പോകരുത് എന്ന് മദർ പറഞ്ഞു അല്ലേ. എങ്ങനെ പറയും? ഓപ്ഷൻ ഡി ആണ്. ദ മദർ ടോൾഡ് അലൻ നോട്ട് ടു ഗോ നിയർ ദ ബീച്ച്. നോട്ട് ടു ഗോ. ഇവിടെ ഡോണ്ട് ഗോ എന്ന് പറയുന്ന നെഗറ്റീവ് കമാൻഡ് അല്ലെങ്കിൽ നമുക്കൊരു വാണിംഗ് ആയിട്ട് പറയാം അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ടു അതിൻ്റെ കൂടെ വെർബും കൂടി ചെയ്യുക. ഓക്കെ, നോട്ട് ടു അതിൻ്റെ കൂടെ വെർബ്. നോക്കി, ദ മദർ ടോൾഡ് അലൻ നോട്ട് ടു ഗോ നിയർ ദ ബീച്ച്. ഓക്കെ, ബാക്കി എല്ലാത്തിലും ഓപ്ഷൻസിൽ നോക്കി ഡോണ്ട് ഗോ, യു ഡോണ്ട് ഗോ, നോട്ട് ടു ഗോ. ഇവിടെ നോട്ട് ടു ഗോയാണ്, പക്ഷേ ഹിം എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഹിം അല്ല, പേര് തന്നതുകൊണ്ട് നമുക്ക് പേര് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. സൺഫ്ലവർ ഈസ് ഡാഷ് ദാൻ ജാസ്മിൻ. ഇതാണ് ഇവിടെ കമ്പാരിസൺ ആണ് വന്നിട്ടുള്ളത് അല്ലേ. ദാൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? മോർ ബ്യൂട്ടിഫുൾ. ഓപ്ഷൻ എ മോർ ബ്യൂട്ടിഫുൾ ആണ്. Identify the segment of the sentence that contains a grammatical error. If there is no error, mark no error. Okay, error identification. Okay, spotting the error ആണ് പറഞ്ഞിട്ടുള്ളത്. Okay, though Tom studied hardly throughout the night, he could not pass the exam. No error. ഏതാണ് ഇതിൽ വരുന്നത്? Though Tom studied hardly throughout the night, he could not pass the exam. ഓപ്ഷൻ എ ആണ് തെറ്റ്. ഓപ്ഷൻ എ ഏതാണ് തെറ്റ്? ഹാർട്ട്ലി എന്ന് പറഞ്ഞതാണ് ഇവിടെ തെറ്റായി വന്നത്. എന്തുകൊണ്ടാണ് ഹാർട്ട്ലി തെറ്റാവാൻ കാരണം? ഹാർട്ട്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നാണ്. ശരിക്കും ഇവിടെ വരേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഹാർഡ് എന്നായിരുന്നു. അതായത് ടോം നന്നായി പഠിച്ചു. ടോം സ്റ്റഡീഡ് ഹാർഡ് ത്രൂ ഔട്ട് ദ നൈറ്റ്, ഹി കുഡ് നോട്ട് പാസ് ദി എക്സാം എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. ഹാർഡ്ലി അല്ല, ഹാർഡായിരുന്നു വരേണ്ടിയിരുന്നത്. ഓക്കെ, then fill in the blanks with the correct option. Make sure that all arrangements are perfect prior dash the inaugural function. priorൻ്റെ കൂടെ എപ്പോഴും വരുന്നത് ഏതാണ്? ടു ആണല്ലേ. prior to ആണ് വരുന്നത്. make sure that all arrangements are perfect prior to the inaugural function. before എന്ന് പറയുമ്പോൾ ഏകദേശം സെയിം ആണ്, പക്ഷെ പ്രയർ ബിഫോർ എന്നല്ല പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ബിഫോർ ദ ഫംഗ്ഷൻ എന്ന് പറയാം, പക്ഷേ പ്രയർ ടു ദ ഫംഗ്ഷൻ എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. പ്രയർ യൂസ് ചെയ്തുകൊണ്ട് പ്രയർ ടു ദി ഫംഗ്ഷൻ. ഓക്കെ,
84ാമത്തെ ചോദ്യം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഇംപ്രൂവ് ദി അണ്ടർലൈൻഡ് സെഗ്മെൻറ്റ് ഗ്രാമാറ്റിക്കലി. ഐദർ അനിൽ ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാഡ് കംപ്ലീറ്റഡ് ദ പെയിൻറ്റിങ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണല്ലേ ഇത്. എന്താണ്? ഐദർ അനിൽ ഓർ ഫ്രണ്ട്സ് ഹാഡ് കംപ്ലീറ്റഡ് ദ പെയിൻറ്റിങ്. ശരിയാക്കുക. ഹാസ് കംപ്ലീറ്റഡ് ആണ്. അതെങ്ങനെ ശരിയാക്കും? ഹാസ് അല്ല, ഹാവ് കംപ്ലീറ്റഡ് ആണ് അല്ലേ. അതായത് ഐദർ ഓർ യൂസ് ചെയ്യുമ്പോൾ നിയറസ്റ്റ് സബ്ജക്റ്റിനോടനുസരിച്ചായിരിക്കണം വെർബ്. ഇപ്പം ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്ലൂരൽ ആയതുകൊണ്ട് വെർബ് ഏതായിരിക്കണം? ഹാവ് ആയിരിക്കണം. ഓക്കെ അപ്പോൾ അടുത്ത 85ാമത്തെ നമുക്ക് നോക്കാം. 85 ഏതാണ്? ഇഡിയം. അറ്റ് 6s and 7 ഏതാണ്? കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൽട്ട് ആണ് എന്നാണ് അർത്ഥം ആ ഇഡിയത്തിൻ്റെ. അല്ലെ, അത് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഇതിന് മുമ്പ്. 6 and 7 അത് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡിസോർഡർ എന്നൊക്കെ അതിനർത്ഥമുണ്ട് കേട്ടോ. Then select the alternative which is the best substitute for the given phrase. A person appointed to settle a dispute. One word substitution ആണ്. ഏത് പേഴ്സൺ ആണത്? ആർബിട്രേറ്റർ അല്ലേ. ആർബിട്രേറ്റർ ആണല്ലോ അത്. ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സണെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ആർബിട്രേറ്റർ എന്ന് വിളിക്കും. ഓപ്ഷണർ ആരാണ്? ഓപ്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ആൾ. അപ്പലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ, എന്തെങ്കിലും കോടതിയിൽ നിന്ന് വന്ന ലീഗൽ ഡിസിഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോർട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ പേഴ്സണെ നമുക്ക് എന്ത് വിളിക്കാം? അപ്പലൻ്റ് എന്ന് വിളിക്കാം. ദെൻ ഒ.ടി.ടിയുടെ ഫുൾ ഫോം ഏതാണ്? ഓപ്ഷൻ സി, ഓവർ ദ ടോപ്പ് എന്നാണ്. OTT, നെറ്റ്ഫ്ലിക്സ് അല്ലേ, അങ്ങനെയുള്ള സ്ട്രീമിംഗ് സർവീസസ് ഉള്ളതാണ് ഇത്. OTT, ഓവർ ദ ടോപ്പ്. ദെൻ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ദ ബ്ലാങ്ക്. ലക്ഷ്മി ഈസ് ആൻ ഡാഷ് ഓഫ് അവർ കോളേജ്. ലക്ഷ്മി ഈസ് ആൻ ഡാഷ് ഓഫ് അവർ കോളേജ് ഏതാ വരുന്നത്? ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനി എന്നുള്ളത് നമുക്കറിയാം അല്ലേ. പക്ഷെ ലക്ഷ്മി എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് സിംഗുലർ ഫീമെയിൽ അല്ലേ. അപ്പോൾ ഇവിടെ ഏതാ വരിക? അലുമിന. ഓപ്ഷൻ ബി ആണ് വരുന്നത്, അലുമിന. അലുമിനസ് എന്ന് പറയുന്നത് സിംഗുലർ മെയിലാണ്. ഓക്കെ, സിംഗുലർ മെയിൽ. അലുമിനി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അലുമിനി എന്ന് വെച്ചാൽ എന്താണ്? പ്ലൂരൽ മെയിൽ അല്ലെങ്കിൽ മിക്സഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ അലുമിനി എന്ന് പറയുന്നത്. സിംഗുലർ മെയിൽ ആണെങ്കിൽ അത് അലുമിനസും, സിംഗുലർ ഫീമെയിൽ ആണെങ്കിൽ അത് അലുമിനിയുമാണ് കേട്ടോ. ഈ അലുമിനി ഇതെന്താ? ഓപ്ഷൻ സി പ്ലൂരൽ ഫീമെയിൽ ആണ് കേട്ടോ. പ്ലൂരൽ ഫീമെയിൽ. അലുമിനിയാണ് സാധാരണ നമ്മൾ കാണാറല്ലേ, അത് ശരിക്കും പ്ലൂരൽ മെയിൽ ആണ് അല്ലെങ്കിൽ മിക്സഡ് ഗ്രൂപ്പ്. അടുത്ത 89ാമത്തേത്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഡാഷ് ദ ടീച്ചർ, ദ സ്റ്റുഡൻറ്റ് സ്റ്റോപ്ഡ് ടോക്കിംഗ്. ഇത് പാർട്ടിസിപ്പിൾ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഡാഷ് ദ ടീച്ചറെ കണ്ടപ്പോൾ സ്റ്റുഡൻറ്റ് സംസാരം നിർത്തി എന്നാണ് വരുന്നത്. അപ്പോൾ ഏതാണ്? സീയിങ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് സീയിങ് വന്നത്? ഒന്നിൻ്റെ പുറകെയായിട്ട് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി നടന്നുകൊണ്ട് നമ്മളവിടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ്. ഇപ്പോൾ സീയിങ് ദ ടീച്ചർ അല്ലേ, ടീച്ചറെ കണ്ടപ്പോൾ തന്നെ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു? സംസാരം നിർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ സീയിങ്. 90ാമത്തേത്. ചൂസ് ദ കറക്റ്റ് പ്ലൂരൽ ഫോം ഓഫ് ദ വേർഡ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ പ്ലൂരൽ ഫോം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, സ്റ്റിമുലി. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട് അലുമിനസിൻ്റെ പ്ലൂരലാണേത്? അലുമിനി. അലുമിനസ് എന്ന് വെച്ചാൽ ഏതായിരുന്നു? സിംഗുലർ മെയിൽ. അപ്പോൾ പ്ലൂരൽ മെയിലാണ് അലുമിനി. അതുപോലെ തന്നെയുള്ളതാണ് ഈ സ്റ്റിമുലസ്. യു എസ് അവസാനം വരുന്നത് അല്ലേ, സ്റ്റിമുലസ്. അതിൻ്റെ അവസാനം ഐയിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പോൾ സ്റ്റിമുലി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ മലയാളത്തിലേക്ക് പോകാമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മലയാളത്തിലേക്ക് പോകാം. ഒന്നാമത്തേത് എന്താണ്? മണൽ പ്ലസ് അരണ്യം ചേർത്തെഴുതുക. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, മണലരണ്യം. ഓക്കെ, ഇതിൽ മണൽ എന്ന വാക്കിൻ്റെ അവസാനം ഇല്ല് അല്ലേ, എന്ന് പറയുന്ന വ്യഞ്ജനവും അരണ്യം എന്നതിലെ എന്ന സ്വരവും കൂടി ചേരുമ്പോൾ ഏതാവും? അത് ലായാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇല്ല്, മണൽ അധികം അത് ല. ഓക്കെ, അങ്ങനെയാണ് മണലരണ്യം എന്ന പദം വരുന്നത്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, മണലാരണ്യം അല്ലേ, മണലാരണ്യം. അതെപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് മണലാരണ്യം എന്നാണ് അല്ലേ, തെറ്റായിട്ട് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ സംസ്കൃതത്തിൽ ഒരു സവർണ ദീർഘസന്ധി എന്ന് പറയുന്ന നിയമമുണ്ട്. അതായത് ആ പ്ലസ് ആ. അത് പക്ഷേ നമ്മുടെ മണൽ എന്ന് പറയുന്ന ശുദ്ധ മലയാള പദമാണ്. അതുകൊണ്ട് എന്താണ് ലാ എന്നുള്ളത് ലാ എന്നാകേണ്ടതില്ല. അപ്പോൾ ശരിക്കും നമുക്ക് മണലരണ്യം, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. ഇനി രണ്ടാമത്തേത് ഏതാണ്? കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്, ഇതാണ് ഓപ്ഷൻ എക്കാണ്. എക്ക്. ഓക്കെ, ഇതെങ്ങനെയാണ്? ഇത് നമുക്ക് വിഭജിച്ച് നോക്കുമ്പോൾ എങ്ങനെ വരും? കിഴക്ക് പ്ലസ് ഓട്ട് പ്ലസ് ഏക്ക് അല്ലേ? അങ്ങനെയല്ലേ? കിഴക്കോട്ടേക്ക് കിഴക്ക്, അല്ലെങ്കിൽ മേലോട്ടേക്കാണെങ്കിൽ മേൽ പ്ലസ് ഓട്ട് പ്ലസ് ഏക്ക്, മേലോട്ടേക്ക്. ഇവിടെ ഈ കിഴക്ക്, മേൽ അതൊക്കെ എന്താണ്? അത് ദിശാവാചകങ്ങളാണ് അല്ലേ? ഓരോ കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്, താഴോട്ടേക്ക് അങ്ങനെയുള്ള ദിശാവാചകങ്ങളാണ്. അതിൻ്റെ കൂടെ ഓട്ട് എന്ന് പറയുന്ന പ്രത്യയവും അതിനുശേഷം ഏക്ക് എന്ന ശബ്ദവുമാണ് ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏക്ക് എന്നുള്ളതാണ് ആവർത്തന ശബ്ദമായിട്ട് കണക്കാക്കുന്നത്. ഏക്ക് എന്ന് പറയുന്നത് ആവർത്തന ശബ്ദം. ഇതിൽ മൂലപദം എന്ന് പറയുന്നത് ഏതാണ്? പദം എന്ന് പറയുന്ന കിഴക്കോട്ടേക്ക്, നമ്മൾ തിരിച്ചെടുക്കുക. മൂലപദം എന്ന് പറയുന്ന കിഴക്ക്, ഇടനിലയാണ് ഓട്ട്, ആവർത്തന ശബ്ദം എന്ന് പറയുന്നത് ഏക്ക്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ഇതെടുക്കുന്നത്. അടുത്ത ചോദ്യം, വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അർത്ഥം വേദവാക്യം എന്ന് വെച്ചാൽ എന്താണ്? അലംഘനീയമായ അഭിപ്രായം, അതായത് തെറ്റാൻ പാടില്ലാത്തവയാണ് എന്ന വിശ്വാസത്തിൽ പറയുന്നതാണ്, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പാടില്ലാത്തതോ അങ്ങനെയുള്ളത്, അതാണ് അലംഘനീയമായ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി വേദത്തിലെ വാക്യം എന്നുള്ളത് ഈ പദത്തിൻ്റെ ഒരു എന്താണ് അർത്ഥമായിട്ട് നമുക്ക് പറയാം, വാച്യാർത്ഥമായിട്ട് പറയാം, പദത്തിൻ്റെ നേരിട്ടുള്ള അർത്ഥമായിട്ട് പറയാം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അലംഘനീയമായ അഭിപ്രായമാണ്. 94 താഴെ പറയുന്നവയിൽ ഓളത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? ഓളത്തിൻ്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ ഡി ആളമാണ്. ആളം. ഓക്കെ, ഓളത്തിൻ്റെ പര്യായം അല്ല. ആളം എന്നത് ആഴം എന്നോ അല്ലെങ്കിൽ തറ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ആഴം. ഇതിൽ ഭംഗം, തരംഗം, വീജി അതൊക്കെ എന്താണ്? ആ ഓളത്തിൻ്റെ പര്യായമാണ് കേട്ടോ. ഭംഗം, തരംഗം, വീജി. അടുത്തത് ശരിയായ പദം തിരിച്ചറിയുക. ഏതാണ്? അസ്തമയമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ള പദം? അസ്തമയം, അസ്തമനം, അസ്തമാനം, അസ്താമയം. ഓപ്ഷൻ എ അസ്തമയമാണ് കറക്റ്റ്. അസ്തമയം, അസ്തം, സൂര്യൻ മറയുന്നത് എന്ന പദത്തോടു കൂടി അയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗമനം അല്ലെങ്കിൽ പോക്ക് അല്ലേ? അങ്ങനെയാണ് അസ്തമയം എന്ന വാക്ക് വരുന്നത്. എന്താണ് എന്നുകൂടി പറയാം. സൂര്യൻ മറയുന്നത് എന്ന് വരുന്നതാണ് അസ്തം. ഓക്കെ, അതിൻ്റെ കൂടെ അയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്ക് അല്ലെങ്കിൽ ഗമനം എന്നൊക്കെ പറയും. അതും കൂടി ചേരുമ്പോഴാണ് അസ്തമയം എന്ന് വരുന്നത്. ഇനി അസ്തമനം നമ്മൾ കേൾക്കാറുണ്ടല്ലേ? അസ്തമനവും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ PSCയിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? അസ്തമയം. ഓക്കെ, ബാക്കി 2 തെറ്റായിട്ടുള്ളതാണ്. ഇനി 96 സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് എന്താണ്? വൈരുദ്ധ്യമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, വൈരുദ്ധ്യമാണ്. അതായത് പറയുന്ന കാര്യവും പ്രവർത്തിക്കുന്ന കാര്യവും തമ്മിൽ ചേർച്ചയില്ലാതെ വരുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? വൈരുദ്ധ്യം എന്നാണ് പറയുന്നത്. പിന്നെ വിരോധാഭാസം എന്ന് പറയുന്നത് എന്താണ്? പുറമേ ഒരു വിരോധമാണ് എന്ന് തോന്നുമെങ്കിലും ശരിക്കും പരിശോധിക്കുമ്പോൾ അത് വിരോധമല്ലാത്ത അവസ്ഥ കേട്ടോ. ഓക്കെ, പിന്നെ വിരോധം എന്ന് വെച്ചാൽ ശത്രുത ഇല്ലേ? ഓപ്ഷൻ ബി വൈരുദ്ധ്യമാണ് വരുന്നത്. 97 മരങ്ങൾ പിരിച്ചെഴുതുക. മരങ്ങൾ എങ്ങനെ വരും? മരം അധികം കൾ അല്ലേ? മരം. ഇനി 98 സന്ധിയാണ്. എന്താണ്? വട്ടം പ്ലസ് പലക. ഏത് വരും? വട്ടപ്പലക. വട്ടം പലക എന്ന അക്ഷരം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ എ വട്ടപ്പലക. കുഞ്ഞുങ്ങൾ
എന്ന പദത്തിലെ വചനപ്രത്യയം ഏതാണ്? വചനപ്രത്യയം കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം കുഞ്ഞുങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. മലയാളത്തിലെ ബഹുവചനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയമാണ് കൾ. കുഞ്ഞ്, അതെന്താവും? കുഞ്ഞുങ്ങൾ. കൾ എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ശരിക്കും ങ എന്നുള്ളത് അവിടെ സന്ധിപ്രകാരം വരുന്ന മാറ്റമാണ്. കുഞ്ഞുങ്ങൾ അല്ലേ? അപ്പോൾ കുഞ്ഞ് പ്ലസ് കള്ളാണ്. അപ്പോൾ കള്ളെന്നുള്ളതാണ് അതാണ് ശരിക്കുള്ളത്. 100ാമത്തെ അവസാനത്തെ ചോദ്യം എന്താണ്? ശരിയായ വാക്യം കണ്ടെത്തുക. നോക്കി, വരനും വധുവും തമ്മിൽ മാലയിട്ടു, വരനും വധുവും അന്യോന്യം വിവാഹിതരായി, വരനും വധുവും തമ്മിൽ വിവാഹിതരായി, വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. വാക്യശുദ്ധിയാണ്. ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുള്ളൂ അല്ലേ? എന്തുകൊണ്ടാണ്? വരനും വധുവും തമ്മിൽ മാലയിട്ടു കറക്റ്റാണ്. തമ്മിൽ എന്ന പദം ഇവിടെ കറക്റ്റായിട്ടാണ് അല്ലേ? തമ്മിൽ മാല അണിയിച്ചു എന്നുള്ളതാണ് വരുന്നത്. ഇനി ബാക്കിയുള്ളതോ? അന്യോന്യം വിവാഹിതരായി. വിവാഹിതരാവുക എന്ന് പറയുന്നത് തന്നെ അന്യോന്യമാണ്. അപ്പോൾ സെപ്പറേറ്റ് ഒരു വാക്കിൻ്റെ അന്യോന്യം എന്ന വാക്കിൻ്റെ ആവശ്യം അവിടെയില്ല. പിന്നെ തമ്മിൽ വിവാഹിതരായി, അവിടെ തമ്മിൽ എന്ന പദവും അനാവശ്യമായിട്ട് വരുന്നതാണ്. പിന്നെ അന്യോന്യം തമ്മിൽ രണ്ടും വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ വരനും വധുവും തമ്മിൽ മാലയിട്ടു എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്